നമസ്കാരം. നമുക്കെല്ലാം അറിയാം, 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ ടേം പൂർത്തിയാക്കുന്നതോടെ അദ്ദേഹം 15 വർഷം തികയ്ക്കും. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ ഇനി മോഡിക്ക് മുന്നിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മാത്രമേ ഉള്ളൂ. അദ്ദേഹം 17 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. മോഡി നിലവിൽ ഏകദേശം 12 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ 12 വർഷത്തെ മോഡി സർക്കാരിൻ്റെ കാലത്ത് ആ ഗവൺമെൻറ് ഒരുപാട് ധീരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ പലതും എത്രത്തോളം അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും അത്തരത്തിലൊരു തീരുമാനമായിരുന്നു 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ പിൻവലിക്കാനുള്ള തീരുമാനം. ആ തീരുമാനം ശരിയായിരുന്നോ ഇല്ല എന്നുള്ള കാര്യം ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. എന്തായാലും ആ തീരുമാനം ധീരം തന്നെയായിരുന്നു, ഉറപ്പാണ്. അതുപോലെ മറ്റൊരു തീരുമാനമായിരുന്നു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി, ഭരണഘടനയുടെ 370-ാമത്തെ ആർട്ടിക്കിൾ ഇല്ലാതാക്കി, ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാനത്തെ ഡിവൈഡ് ചെയ്ത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. ഇത്തരം തീരുമാനങ്ങളൊക്കെ ധീരമായ തീരുമാനങ്ങൾ തന്നെയാണ്. അത് എത്രത്തോളം ശരിയായിരുന്നു എന്ന കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ ഇനിയുമുണ്ട് മോഡി സർക്കാർ എടുത്ത വേറെ ധീരമായ പല പല തീരുമാനങ്ങളുമുണ്ട്, പല പല നയപരിപാടികളുണ്ട്. പക്ഷേ ഈ തീരുമാനങ്ങളും ഈ നയങ്ങളും ഒന്നും നരേന്ദ്രമോദി സർക്കാരിനെ അനന്തമായി അധികാരത്തിലേറ്റാൻ പ്രാപ്തിയുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ തീരുമാനങ്ങളുടെ പേരിൽ വീണ്ടും വോട്ട് കിട്ടി അധികാരത്തിലേക്ക് വരാനുള്ള ഒരു ശക്തി ഈ തീരുമാനങ്ങൾക്കുണ്ട്, അത്രയും കൂടുതൽ ജനസ്വീകാര്യത ഈ തീരുമാനങ്ങൾക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാർ 2026 നടപ്പിലാക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ്. ഈ തീരുമാനം നടപ്പിലാക്കിയാൽ ഒരുപക്ഷേ അനന്തകാലം എന്നല്ല, കുറേയേറെക്കാലം, ഒരു 10-30 വർഷം വരെയും നരേന്ദ്രമോദി സർക്കാരിന് അല്ലെങ്കിൽ BJP സർക്കാരിന് സ്ഥിരമായി അധികാരത്തിലിരിക്കാൻ അവർക്ക് പ്രാപ്തി നൽകാൻ പറ്റുന്ന ഒരു തീരുമാനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ തീരുമാനത്തിൻ്റെ ഉള്ളറകളിലേക്ക് 2026 ആ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് ക്യാബിനറ്റ് ആർച്ചിലൂടെ ഒന്ന് എത്തി നോക്കാം. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ലോക്സഭയിൽ 543 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്, ലോക്സഭാ സീറ്റുകളാണുള്ളത്. അതുപോലെ കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളുടെയും ജനസംഖ്യ തുല്യമായിരിക്കണം. അതുപോലെ ഒരു സംസ്ഥാനത്തിനുള്ളിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും ജനസംഖ്യ തുല്യമായിരിക്കണം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ജനസംഖ്യ 1 ലക്ഷവും തൊട്ടടുത്തുള്ള മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ജനസംഖ്യ 2 ലക്ഷവുമാണെങ്കിൽ മാവേലിക്കരയിൽ നിന്നുള്ള ലോക്സഭാ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന് പാർലമെൻറ്റിൽ 2 വോട്ടും കൊല്ലത്തു നിന്നുള്ള ലോക്സഭാ MP ആയിട്ടുള്ള NK പ്രേമേന്ദ്രൻ 1 വോട്ടുമാണ് കൊടുക്കേണ്ടത്. അത് പറ്റില്ല. ഇപ്പം തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ജനസംഖ്യ 3 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന് തിരുവനന്തപുരത്തിൻ്റെ MPക്ക് ലോക്സഭയിൽ 3 വോട്ട് കൊടുക്കണം. അത് പറ്റില്ല. ലോക്സഭയിലെ എല്ലാ MPമാർക്കും തുല്യ വോട്ടായിരിക്കണം. 543 MPമാർക്കും തുല്യ വോട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളുടെയും ജനസംഖ്യ തുല്യമായിരിക്കണം. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിനുള്ളിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ ജനസംഖ്യയും തുല്യമായിരിക്കണം. അല്ലെങ്കിൽ MLAമാർക്ക് പല പല വോട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കൊല്ലം MLA ആണ് മുകേഷ്, അതുപോലെ പത്തനാപുരം MLA ആണ് ഗണേഷ്, കരുനാഗപ്പള്ളി MLA ആണ് മഹേഷ്. ഇവരുടെ എല്ലാം മണ്ഡലങ്ങളുടെ ജനസംഖ്യ തുല്യമായിരിക്കണം. ഒരാളുടെ മണ്ഡലത്തിൽ 1 ലക്ഷവും മറ്റേയാളുടെ മണ്ഡലത്തിൽ 2 ലക്ഷവും മറ്റേയാളുടെ മണ്ഡലത്തിൽ 3 ലക്ഷമാണെങ്കിൽ ഇവർക്ക് 1, 2, 3 വോട്ടുകളുടെ കണക്ക് കൊടുക്കേണ്ടത്. അത് പാടില്ല. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിനുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും ജനസംഖ്യ തുല്യമായിരിക്കണം. അതുപോലെ ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളുടെയും ജനസംഖ്യ തുല്യമായിരിക്കണം. ഇന്ത്യയിൽ ഈ ജനസംഖ്യ എത്ര നമ്മൾ തുല്യമാക്കിയാലും ജനസംഖ്യ വീണ്ടും വ്യത്യാസപ്പെടും. കാരണം എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ജനസംഖ്യ വർദ്ധിക്കുന്ന. ചില സ്ഥലത്ത് ജനസംഖ്യ വർദ്ധിക്കത്തില്ല. അവിടുത്തെ ആൾക്കാർ പ്രത്യുൽപാദന മിതത്വം പാലിക്കുന്നതിൽ അഗ്രഗണ്യന്മാരാണ്. അതുകൊണ്ട് അവിടെ ചിലപ്പോൾ ജനസംഖ്യ കൂടില്ല. ചില സ്ഥലങ്ങളിൽ പ്രത്യുൽപാദന ധാരാളികളായ ആൾക്കാരുണ്ടാകും, അവിടെ ജനസംഖ്യ വർദ്ധിക്കും. അതുകൊണ്ട് പല രീതിയിലാണ് പല സ്ഥലങ്ങളിലും ജനസംഖ്യ കൂടുന്നത്. ചിലടത്ത് ജനസംഖ്യ കുറയാം. അതുകൊണ്ട് ജനസംഖ്യ എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ജനസംഖ്യ തുല്യമാക്കണം. ഈ തുല്യമാക്കാൻ വേണ്ടി ഒരു സംവിധാനം നമ്മുടെ ഭരണഘടനയിൽ തന്നെയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ 82-ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് അതിനെപ്പറ്റിയാണ്. ഓരോ 10 വർഷം കൂടുമ്പോഴും തൊട്ടു മുമ്പ് നടന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളുടെയും അതുപോലെ ഒരു സംസ്ഥാനത്തിനുള്ളിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും ജനസംഖ്യ തുല്യമാക്കത്തക്ക രീതിയിൽ ഈ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർവിന്യസിക്കണം. അത് പാർലമെൻറ്റ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി പാർലമെൻറ്റ് തീരുമാനിക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ആ കമ്മിറ്റിക്ക് പറയുന്ന പേരാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഡീലിമിറ്റേഷൻ. അതായത് ഇപ്പോൾ ജനസംഖ്യ കൂടുമ്പോൾ ഒരു കാട്ടിൽ കടുവയുടെ ജനസംഖ്യ കൂടിയാൽ വേറെ കാട്ടിൽ കടുവയുടെ ജനസംഖ്യ കുറഞ്ഞു.
കടുവകളെ വേണമെങ്കിൽ പിടിച്ചൊരു കാട്ടിൽ നിന്ന് വേറെ കാട്ടിക്കൊണ്ടിടാം, അത് പറ്റും. പക്ഷേ ജനസംഖ്യ കൂടിയ സ്ഥലത്ത് നിന്ന് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് ജനസംഖ്യ കുറഞ്ഞ സ്ഥലത്ത് താമസിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ജനസംഖ്യ തുല്യമാക്കാൻ വേണ്ടി ഈ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർവിന്യസിക്കുക എന്നുള്ളത് മാത്രമാണ് മാർഗം. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ 10 വർഷം കൂടുമ്പോഴും ഈ ഡീലിമിറ്റേഷൻ നടത്തണം. ആ നടത്തേണ്ടത് അതിന് തൊട്ട് മുമ്പ് നടന്നിരിക്കുന്ന സെൻസസിൻ്റെ കണക്കുകൾ പ്രകാരമായിരിക്കണം ഈ ഡീലിമിറ്റേഷൻ നടത്തേണ്ടത്. അത് പാർലമെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റി ആയിരിക്കണം നടത്തേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ ജനസംഖ്യ വളരെ കൂടുതൽ വർദ്ധിക്കും, ചിലയിടത്ത് ജനസംഖ്യ വർദ്ധിക്കത്തില്ല. ഉദാഹരണം, കേരളത്തിൻ്റെ ജനസംഖ്യ 1 ലക്ഷമാണ്. കേരളത്തിൽ 10 MP-മാരുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു MP 10,000 ആൾക്കാരെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ആസാമിൻ്റെ ജനസംഖ്യയും 1 ലക്ഷം തന്നെയാണ്. ആസാമിലും 10 MP-മാർ. അപ്പോൾ ആസാമിലും ഒരു MP 10,000 ആൾക്കാരെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അങ്ങനെയാണ് രണ്ടിടത്തെയും ജനസംഖ്യ, രണ്ടിടത്തെ MP-മാരുടെ എണ്ണവും തുല്യമാണ് എന്ന് വിചാരിക്കുക. പക്ഷേ ഒരു 30 വർഷം കഴിഞ്ഞു. 30 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഒരു മാറ്റവും ഇല്ല. കേരളത്തിൻ്റെ ജനസംഖ്യ 1 ലക്ഷം, അല്ലെങ്കിൽ 1,05,000, 1,10,000 അത്രയൊക്കെ ആയിട്ടുണ്ട്, അത്രേ ആയുള്ളൂ. എന്നാൽ ആസാമിലെ ജനസംഖ്യ 10 ലക്ഷമായി, ഒരു 0 കൂടെ കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ജനസംഖ്യ 1 ലക്ഷവും 10 MP-മാരും, ആസാമിൻ്റെ ജനസംഖ്യ 1 ലക്ഷവും 10 MP-മാരും ആയിരുന്നു അവിടെ. പക്ഷേ അവിടെ ഇപ്പോൾ 10 ലക്ഷമായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആസാമിലെ ലോക്സഭാ MP-മാരുടെ എണ്ണം കൂട്ടിയേ പറ്റുള്ളൂ. 100 ആക്കേണ്ടി വരും, ഏകദേശം 100 ആക്കേണ്ടി വരും. അതാണ് സംഭവിക്കുന്നത്. കൃത്യമായിട്ട് 100 ഞാൻ പറയുന്നില്ല, അത്രയും വലിയ വർധന ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു സംസ്ഥാനം ജനസംഖ്യ വർദ്ധിപ്പിച്ചപ്പോൾ ആ സംസ്ഥാനത്തിന് സമ്മാനം കൊടുക്കുന്ന പോലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ജനസംഖ്യ കൺട്രോൾ ചെയ്യുക എന്നുള്ള രാജ്യധർമ്മം നിർവഹിച്ച സംസ്ഥാനത്തിന് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം താരതമ്യേന കുറയുകയാണ്. ഇത് ചെയ്യാൻ പാടില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനസംഖ്യ തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന യാതൊരു കാരണവശാലും ആശാസ്യമായൊരു സംഗതിയല്ല. ജനസംഖ്യ വർദ്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ അത് ജനസംഖ്യ വർദ്ധിപ്പിച്ചതിനുള്ള സമ്മാനമായി മാറും. എന്ന് മാത്രമല്ല, ഇനിയും അങ്ങോട്ട് സംസ്ഥാനങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള പ്രോത്സാഹനമായിട്ട് അത് മാറും. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനസംഖ്യയാണ്. 2.4% ഭൂവിസ്തൃതിയാണ് ഇന്ത്യക്കുള്ളത്. ഭൂമിയുടെ മൊത്തം ലാൻഡ് ഏരിയയുടെ 2.4% ഇന്ത്യക്കുള്ളൂ. ആ 2.4% കൊണ്ട് 17.4% അല്ലെ 5% ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. അത്ര വലിയ ഒരു മാനവധർമ്മം ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ ഒരു കാരണവശാലും വർദ്ധിക്കുന്നത് ആശാസ്യമേ അല്ല. ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ പെസ്റ്റിസൈഡുകളും ഫംഗിസൈഡുകളും ഒക്കെ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ വിഷമുള്ളതായി. അപ്പോൾ വിഷമുള്ള ഭക്ഷണം കഴിച്ചപ്പോൾ ക്യാൻസർ സർവ്വവ്യാപിയായി മാറി. അതുപോലെ കന്നുകാലികൾ, പശുക്കൾ, എരുമ പാലുണ്ടാക്കാൻ വേണ്ടി അവയ്ക്ക് ഈ മെമ്മറി ഗ്ലാൻഡിൽ പാല് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഹോർമോണുകളാണ് കൊടുക്കുന്നത്. ഇത് കാരണം പശുവിൻ്റെ മെമ്മറി ഗ്ലാൻഡ് വലുതാകും. പശു വളരെ കൂടുതൽ നേരത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കും. ആ പാലാണ് നമ്മൾ കഴിക്കുന്നത്. ആ പശുവിൻ്റെയും കന്നുകാലികളുടെയും മാംസമാണ് നമ്മൾ കഴിക്കുന്നത്. ഇതുണ്ടാക്കുന്ന വിപത്ത് എന്താണെന്നുള്ളത് തലയിൽ ബോധമുള്ള ആൾക്കാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പെട്ടിമുടി, പുത്തുമല, കളവപ്പാറ, മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം ഇതൊക്കെ നമുക്ക് സമീപകാലത്ത് പരിചയമുള്ള സ്ഥലങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? ഇതുണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് പരിസ്ഥിതി സുസ്ഥിരതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കാൻ ഇടമില്ല. അതുകൊണ്ട് മനുഷ്യന് താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുർബലങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ മനുഷ്യന് താമസിക്കേണ്ടി വരുന്നു. അത് ജനസംഖ്യയുടെ സമ്മർദ്ദം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിപത്തുകളിലൊന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യ തന്നെയാണ്. നമ്മുടെ ലാൻഡ് ഏരിയയും നമ്മുടെ വിഭവങ്ങളും കൂടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനസംഖ്യ കൺട്രോൾ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി ഒരു കാര്യം ചെയ്തു. ഇനി മുതൽ ഈ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ 1971 സെൻസസിൻ്റെ കണക്കുകൾ പ്രകാരം പുനർനിശ്ചയിച്ച ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 2001 വരെ ഇനി വ്യത്യാസപ്പെടുത്തണ്ട എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1971 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ പുതുതായിട്ട് നിർണയിച്ച ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 545. അതെന്ന് വരെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല, 2001 വരെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 2001 വരെ ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 തന്നെയായിരിക്കും. അത് മാറ്റാൻ പാടില്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിരിക്കുന്ന ലോക്സഭാ സീറ്റുകളും സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ 20, അതെന്നും 20 തന്നെയായിരിക്കും.
കേരളം ഇനി ജനസംഖ്യ എത്ര കൂട്ടിയാലും എത്ര കുറച്ചാലും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20 തന്നെയായിരിക്കും. ഉത്തർപ്രദേശിൻ്റെ 80, ജനസംഖ്യ ഇനി എത്ര കുറഞ്ഞാലും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 80 തന്നെയായിരിക്കും. മഹാരാഷ്ട്രയുടെ 48, അതെന്നും 48 തന്നെയായിരിക്കും. ഇനി സംസ്ഥാനത്തിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ സീറ്റുകളുടെ എണ്ണം ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചിരിക്കുന്ന ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല. 543 എന്ന ഇന്ത്യയിലെ മൊത്തം ലോക്സഭാ സീറ്റുകളുടെ സംഖ്യയിലും വ്യത്യാസമില്ല. പക്ഷേ സംസ്ഥാനത്തിനകത്ത് വേണമെങ്കിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ ജനസംഖ്യ തുല്യമാക്കാൻ വേണ്ടി അതിർത്തി പുനർവിന്യസിക്കാം, അതിർത്തി പുനർനിർണ്ണയിക്കാം. എന്തായാലും 2001 വരെ പിന്നീട് ഈ ഡീലിമിറ്റേഷൻ നടത്തിയിട്ടില്ല. പിന്നീട് 2003 അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ് ഭരണഘടനയുടെ 84ാം ഭേദഗതിയിലൂടെ ഈ മരവിപ്പിക്കൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. 2026 വരെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പാടില്ല. അതായത് 543 എന്ന് പറയുന്ന ഇന്ത്യയിലെ മൊത്തം ലോക്സഭാ സീറ്റുകളുടെ എണ്ണവും ഓരോ സംസ്ഥാനങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്ന ലോക്സഭാ സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കാൻ പാടില്ല. എന്നാൽ വേറൊരു കാര്യം ചെയ്തു. 1991 സെൻസസ് പ്രകാരം, പിന്നീട് അത് 87ാം ഭേദഗതിയുടെ 2001 സെൻസസ് പ്രകാരം, തൽക്കാലം നമുക്ക് 2001 സെൻസസ് പ്രകാരം 87ാം ഭേദഗതിയിലൂടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്കുള്ളിൽ അവസാനത്തെ സെൻസസ് ഡേറ്റ അനുസരിച്ച്, 2001 സെൻസസ് ഡേറ്റ അനുസരിച്ച് വേണമെങ്കിൽ സംസ്ഥാനങ്ങൾക്കുള്ളിൽ ഈ മണ്ഡലങ്ങളുടെ ജനസംഖ്യ തുല്യമാക്കാം. അതിനുവേണ്ടി അതിർത്തി വ്യത്യാസപ്പെടുത്താം. പക്ഷേ സംഖ്യ, അവയുടെ എണ്ണം വ്യത്യാസപ്പെടുത്താൻ പറ്റില്ല. കേരളത്തിൽ 20 എന്നുള്ളത് 20 തന്നെയായിരിക്കും. പക്ഷേ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ജനസംഖ്യ ഒരുപോലെ ആയിരിക്കത്തില്ല വർദ്ധിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് കേരളത്തിനുള്ളിലെ 20 മണ്ഡലങ്ങളുടെയും ജനസംഖ്യ തുല്യമാക്കാൻ വേണ്ടിയിട്ട് മണ്ഡലങ്ങളുടെ അതിർത്തി പുനർവിന്യസിക്കാം. അങ്ങനെ ഒരു ഡീലിമിറ്റേഷൻ 2004 ശേഷം നടക്കുകയുണ്ടായി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാം. LDF കേരളത്തിൽ തൂത്തുവാരിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ 18 LDFും ഒരു സ്വതന്ത്രനും ഒരു മുസ്ലിം ലീഗുമാണ് ജയിച്ചത്. കോൺഗ്രസിന് പ്രാതിനിധ്യം കിട്ടിയില്ല ആ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ അതിനുശേഷം 2004 അധികാരത്തിൽ വന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് ഈ ഡീലിമിറ്റേഷൻ നടക്കുന്നത്. ഡീലിമിറ്റേഷനിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. 543, 553 തന്നെ, കേരളത്തിലെ 20 തന്നെ, ഉത്തർപ്രദേശിലെ 80 തന്നെ, മഹാരാഷ്ട്രയിലെ 48 തന്നെ, വെസ്റ്റ് ബംഗാളിലെ 42 തന്നെ, ബീഹാറിലെ 40 തന്നെ, ഡൽഹിയിലെ 7 തന്നെ. ഇതിന് മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ ഈ മണ്ഡലങ്ങളുടെ ജനസംഖ്യ തുല്യമാക്കി. അതിനുവേണ്ടി അതിർത്തി വ്യത്യാസപ്പെടുത്തി. അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ അടൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ഇല്ലാതായി. അതിന് പകരം പത്തനംതിട്ട വന്നു. അതുപോലെ കേരളത്തിലെ സംവരണ ലോക്സഭാ മണ്ഡലങ്ങൾ അടൂരും ഒറ്റപ്പാലവുമായിരുന്നു. അത് രണ്ടും മാറി ആലത്തൂരും മാവേലിക്കരയുമായി. അതുപോലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം അന്ന് വരെ കൊല്ലത്തിൻ്റെ ഭാഗമായിരുന്നു. കരുനാഗപ്പള്ളി ആലപ്പുഴയുടെ ഭാഗമായി മാറി. കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു നിയമസഭാ മണ്ഡലം, നെടുവത്തൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം ഇല്ലാതെയായി. പകരം മലപ്പുറം ജില്ലയിൽ പുതുതായിട്ടൊരു നിയമസഭാ മണ്ഡലം വന്നു. ഇതൊക്കെ ആ ഡീലിമിറ്റേഷൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. പക്ഷേ അപ്പോഴും ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇനിയിപ്പോൾ നടക്കാൻ സാധ്യതയുള്ള സംഗതി എന്തെന്ന് വെച്ചാൽ 2026 ആയിരിക്കുന്നു. ഈ മരവിപ്പ് 2026 വരെയാണ്. എൻ്റെ ബലമായ വിശ്വാസം നരേന്ദ്രമോദി സർക്കാർ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 പറഞ്ഞിരിക്കുന്നതിൻ്റെ അതേ സ്പിരിറ്റിൽ തന്നെ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. അതായത് വീണ്ടും ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുന്നു. അതായത് ഇന്ത്യയിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളുടെയും ജനസംഖ്യ പുനർവിന്യസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്ന ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വളരെ കൂടുതൽ ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ ജനസംഖ്യ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെയധികം മുന്നോട്ടും പോയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ 1971 സെൻസസ് പ്രകാരം 2,10,00,000 സംതിങ് ആയിരുന്നു. ഇപ്പോൾ അത് ഏകദേശം 3.5 കോടി അല്ലെങ്കിൽ 3,60,00,000 ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഏകദേശം ഒരു 50-60% വർധനവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ 31, 32, 33 ഒക്കെ ആവാം. കേരളത്തിന് അത്രയും ലോക്സഭാ മണ്ഡലങ്ങൾ കിട്ടും. എന്നാൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 1971 സെൻസസ് പ്രകാരം ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യ 8 കോടി സംതിങ് മാത്രമാണ്. 8 കോടി സംതിങ്. എന്നാൽ ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യ 24 കോടി സംതിങ് ആണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ 3 ഇരട്ടിയാണ് ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നത്. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റ് എന്നുള്ളത് 32 33 ആവുമ്പോൾ ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റ് 250-നും 300-നും ഇടയിലുള്ള ഒരു സംഖ്യയിലേക്കായിരിക്കും വർദ്ധിക്കുക. ഇതുപോലെയാണ് ജനസംഖ്യ വളരെ കൂടുതൽ വർദ്ധിപ്പിച്ച പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഭവിക്കുക. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയപരമായി
തെക്കേ ഇന്ത്യയുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയൊക്കെ ജനസംഖ്യ വർദ്ധിപ്പിക്കാത്ത പ്രത്യുൽപാദന മിതത്വം ശീലിക്കുന്നതിൽ വളരെയധികം മുന്നോട്ട് പോയ ഈ സംസ്ഥാനങ്ങൾ രാഷ്ട്രീയപരമായി അപ്രസക്തമാവും, അവരുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറയും എന്നുള്ളതാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഉത്തർപ്രദേശ് പോലെയുള്ള BJPക്ക് മേൽക്കോയ്മയുള്ള വടക്കേ ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വളരെ കൂടുതൽ വർദ്ധിക്കുകയും കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ നാമമാത്രമായ ചില വർധനവ് മാത്രം ഇവിടുത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ തെക്കേ ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറയുകയാണ്. ഈ അടുത്ത സമയത്ത് ഒരു സിനിമയിൽ മുരളി ഗോപി എന്ന് പറയുന്ന നടൻ പറയുന്നൊരു ഡയലോഗ് ഓർമ്മ വരുന്നു. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന 543 വിഭവങ്ങളുള്ള ഒരു സദ്യയിൽ 20 കറിവേപ്പിലകൾ മാത്രം കൊണ്ട് തള്ളുന്ന സംസ്ഥാനമാണ് കേരളം. അതിനി നമുക്ക് 1300 വിഭവങ്ങളുള്ള സദ്യയിൽ 30 കറിവേപ്പില മാത്രം കൊണ്ട് തള്ളുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് മാറ്റി പറയേണ്ടി വരും.